ഹലോ നമസ്കാരം എല്ലാവർക്കും. എന്നെ ചെറുതാറിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മളെ തിക്കോടി പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു സർവീസ് റോഡ് മുതൽ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അതിനൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ കുറച്ച് മുന്നേ, അതായത് ഒരു മാസം മുന്നേ നമ്മളെല്ലാം കേരളക്കാർ ചർച്ച ചെയ്തൊരു വിഷയമാണ്. നമ്മളെ ഈ ഒരു NH66 ഓപ്പണായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈവേയിലൂടെ ബൈക്കേഴ്സിന് അലൗഡ് അല്ല. അതായത് ബൈക്കേഴ്സ്, അത് എത്ര ദൂരെ വരുന്ന ബൈക്കാണെങ്കിലും സർവീസ് റോഡിലൂടെ പോകണമെന്ന് ഒരു തിട്ടൂരം ഇറക്കിയ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ സമയത്ത് റോഡിലെ കുഴീൻ്റെ കാര്യമല്ല പറഞ്ഞത്, മഴ പെയ്യുമ്പം നമ്മുടെ കേരളത്തിൽ കൂടെ പോകുന്ന അതായത് ഈ NH66 സർവീസ് റോഡ് എന്തുമാത്രം യാത്രായോഗ്യത ഉണ്ടായിരിക്കുന്ന ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊള്ളുന്ന ഈ ഒരു വീഡിയോ. കാരണം വെച്ചാൽ ഇവിടെ റോഡിൻ്റെ ലെവലിങ് കഴിഞ്ഞ ഭാഗത്ത് എത്രത്തോളം വെള്ളം കെട്ടുണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിനും കൂടിയാണ് ഈ വീഡിയോൻ്റെ കൂടെ ഈ ഒരു പോർഷനും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വാർത്ത കേട്ടപ്പോൾ സത്യം പറയാൻ വളരെ സങ്കടം തോന്നിയിരുന്നു. ഇതിപ്പോൾ എത്ര 2 കൊല്ലമായിട്ട് ഈ ഒരു പാലത്തിൻ്റെ ഗേഡർ കയറ്റി വെച്ചിട്ടില്ലേ. അങ്ങനെ 2 വർഷമായിട്ട് ഒരു പരിപാടി നടക്കാത്ത റോഡിലേക്ക് കയറിയിട്ട് നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസിലേക്ക് നന്ദിന്ന്. പണിയില്ലാന്ന് തോന്നട്ടാ. അങ്ങനെ ഇവിടെയും ഇപ്പോൾ 2 വർഷം മുന്നേ ഞാൻ വന്ന സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. അതിലൊരു മാറ്റമില്ല. ഇപ്പം അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി നോക്കാം. കൊയിലാണ്ടി ബൈപ്പാസിലെ പുതിയ കാഴ്ചകൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഇത്രയും മഴ പെയ്യുമ്പോൾ ബൈപ്പാസിൽ എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടോ, ഇവിടെ എന്താണ് അപ്ഡേഷൻ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇവിടെ എന്താണ് പരിപാടി? ഇവിടെ നമ്മൾ മറ്റേ വാള്, അതായത് സേഫ്റ്റി RE വാൾ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഒന്നും കാണുന്നില്ല, RE വാളും കാണുന്നില്ല. ആകെ ഇവിടെ കാണാൻ പറ്റിയ ഇത്ര RE വാളുകൾ മാത്രമേ ഇവിടെ കൊണ്ടുപോയി അറിയില്ല. ഇതായിരുന്നു നമ്മുടെ RE വാൾ മാനുഫാക്ചറിങ് യൂണിറ്റ്. പിന്നെ ഈ അടുത്ത പുറത്ത് കാണുന്ന ഈ ഒരു മണ്ണ് അല്ലെങ്കിൽ കുന്നടിച്ച ഈ ഒരു സ്ഥലത്ത് ഒന്നും ചെയ്തിട്ടില്ല ഇവർ. എന്താണ് പരിപാടി എന്നറിയില്ല. ഇവിടെ പിന്നെ വർക്കും നടക്കുന്നില്ല. ഇനിയിപ്പോൾ ലാസ്റ്റ് ചെയ്യായിരിക്കും, അറിയില്ല. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് റോഡ് ടാറിങ് തുടങ്ങിയിട്ട് നമ്മളെ ഹൈവേൻ്റെ ഇതാണ് ആക്കുന്നത്. മണ്ണ് അടിച്ച് കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ മണ്ണ് ലെവലിട്ട് സർവീസ് റോഡിനാണോ അറിയില്ല, മണ്ണൊക്കെ ഇറക്കിയതാണ്. ഈ ഒരു ചെറിയ വളവ് ഇങ്ങനെ വളഞ്ഞു പോകുമ്പോൾ നല്ലൊരു രസമുള്ള കാഴ്ചയാണ്, പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത്. ഇതാണ് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ നമ്മളെ സത്യസായി ബാബ കോളേജിൻ്റെ തൊട്ട് മുന്നിൽ ഉള്ള വിഷ്വൽ. ഇവിടെ നമ്മളിപ്പോൾ കൊയിലാണ്ടിക്ക് പോകുമ്പോൾ ഫസ്റ്റ് അണ്ടർപാസ് ഇവിടെയാണ് വരുന്നത്. നമ്മളത് റൂട്ട് ഞങ്ങൾക്ക് അറിയില്ല, ഇവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇവിടെ ടാറിങ് ചെയ്തില്ല കേട്ടോ. ടാറിങ് ചെയ്യാൻ ബാക്കിൻ്റെ സ്ലാബ്, കോൺക്രീറ്റ് സ്ലാബ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇതെല്ലാം പൊടിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സത്യം വർക്ക് നടക്കില്ല കേട്ടോ കൊയിലാണ്ടി ബൈപ്പാസിൽ. ഇത് എടുത്തിട്ടുള്ള ശരിക്കും അവിടെയൊക്കെ വർക്ക് എടുത്തിട്ടുള്ള വളമായത്. ഇവിടെ വാഗാടിൻ്റെ ഒരു വണ്ടി കാണാൻ പറ്റി. അവിടെ JCB സർവീസ് കണ്ട് ഇവിടെ ലോറിയിൽ എന്തോ പണി നടക്കുന്നുണ്ട്. സത്യം പറയാ സ്ഥലപ്പേര് അറിയില്ല കേട്ടോ. കാരണം ഇവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ സർവീസ് റോഡ് ഇവിടം വരെ ആയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡ് വരാറുണ്ട് സത്യത്തിൽ.
ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിൻ്റെ ഒരു പരിപാടി ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഇതുവഴിയാണ് സർവീസ് റോഡ് പോകേണ്ട സ്ഥലം. നമ്മളെ ഗോകുല UP സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇവിടെ നമ്മുടെ സോയിൽ നെയിലിംഗ് ചെയ്ത സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ വലിയൊരു കുന്നുപോലെ ഇതുണ്ടെന്നാ ഈ സാധനം, എൻ്റെ പേര് പറഞ്ഞോളാം, എല്ലാം പറഞ്ഞിട്ടുണ്ട്, കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. വാഗാടിൻ്റെ ഇത് നമ്മൾ പണ്ട് മണ്ണിടിഞ്ഞ സ്ഥലമായിരുന്നു. ഇവിടെ ഈ സൈഡിൽ സോയിൽ നെയിലിംഗ് കഴിഞ്ഞിട്ട് കാഴ്ചയിൽ കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട് കാണാൻ, വലിയ കുഴപ്പമില്ല. ഈ സൈഡിൽ മല പോലെ, ഇതെന്തെന്ന് ഇനി പറയാ, സാൻഡല്ല, മറ്റേ പാറപ്പൊടി മിക്സ്, വെറുതെ ഡയലോഗ് അടിക്കില്ലട്ടാ. ഇവിടെ നമ്മളെ സർവീസ് റോഡ് പോകുന്ന കുറച്ച് താണ്ട് കേട്ടോ, കുറച്ചൊരു ഏരിയയിൽ അത് അവിടുന്ന് കാണാൻ പറ്റും. അതിവിടെ മേലേക്ക് തന്നെ കയറി വരുന്നുണ്ട് കേട്ടോ. അവിടെ എന്താ സർവീസ് റോഡ് തന്നെ ഇവിടെ വീണ്ടും നമ്മളെ ഹൈവേയുടെ സമ്മാനമായിട്ട് വന്നു. ഈ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരു പണിയും നടക്കും. ഈ ഏരിയയിൽ ഒന്നും നടന്നിട്ടില്ല. വീണ്ടും ഫൗണ്ടേഷൻ ലെവലിൽ ടാറിങ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറേ പണി നടക്കാണ്ട്, കാരണം വെച്ചാൽ സർവീസ് റോഡിനൊക്കെ വേണ്ടി മണ്ണിട്ടിട്ട് ഉയർത്തേണ്ട പണി നടന്നിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡ് ഇവിടം വരെ എത്തി കേട്ടോ. അവിടെ കുറച്ചൊരു കുറച്ചൊരു ഏരിയയിൽ മാത്രമാണ് സർവീസ് റോഡ് പണി നടക്കാനുള്ളത്. മുന്നോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഇറങ്ങിപ്പോൾ നമ്മൾ മേപ്പയിലേക്ക് പോകുന്ന റോഡ് അണ്ടർപാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മേലേക്ക് വണ്ടി പോകാൻ ഇവർ ബാരിക്കേഡ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തു. ഇവർ ഇതിന് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞതായിട്ട് കാണുന്നു കേട്ടോ. നമ്മളെ സൈഡ് വാളിന് പിന്നെ സത്യം പറയാം വൃത്തി അല്ലെങ്കിൽ പെർഫെക്ഷൻ എന്ന് പറയുന്ന സംഗതി ഇവർക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പം കാസർഗോഡെല്ലാം കാണുന്ന ആ ഒരു ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ സർവീസ് റോഡാണെങ്കിലും ഇവർ ചെയ്ത ഹൈവേ ആണെങ്കിലും കറക്റ്റ് നമ്മൾ കാണുന്ന കാര്യങ്ങൾ പറയണല്ലോ. സത്യം പറയാം, നല്ല അടിപൊളി സ്മൂത്തായിട്ടുള്ള റോഡ്, അതായത് സർവീസ് റോഡാണെങ്കിലും ഹൈവേ ആണെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഭയങ്കര ബൈക്കിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു സ്മൂത്ത് റൈഡ് കിട്ടുന്ന സ്ഥലങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ അതിൽ കൂടെ നമ്മൾ ബൈക്ക് എടുത്ത് യാത്ര ചെയ്യുമ്പം ഭയങ്കര സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മളെന്തായാലും പറയണം. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സർവീസ് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു സർവീസ് റോഡൊക്കെ നല്ല അടിപൊളി, നല്ല സ്മൂത്താണ്. ഒരു കുറ്റങ്ങളൊന്നും പറയാനില്ല. ഈ കാണുന്ന നമ്മളെ വലത്തുള്ള മറ്റേ എന്താ പറയുക ഇതൊന്നും വലിയ മോശമില്ല. കാരണം മഴയത്ത് കുറച്ച് ചളി പിടിച്ചില്ലാന്നല്ലാതെ ബാക്കി സെറ്റപ്പൊക്കെ കൊള്ളാം കേട്ടോ, നല്ല വൃത്തിയുണ്ട്. ഇവിടെ വലിയൊരു കുളമുണ്ട്, ആൾക്കാർ കുളത്തിൽ കൂടെ
നമ്മളെ മേപ്പേരക്കുള്ള അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ഫുള്ള് വർക്ക് നടക്കാണ്ട്, കാരണം കുറേ മണ്ണിട്ട് ഉയർത്തിയിട്ട് ഈ ഒരു ലെവലിലേക്ക് വരാണ്ട് സാധനം. ഇവിടെ ഇപ്പം ഇവിടെ റോഡ് എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഇത്രയും ഏരിയയിൽ മണ്ണടിച്ചിട്ട് പൊങ്ങി വരാനുള്ള സംഭവമാണ്. നമ്മൾ വന്നതിൽ ആദ്യമായിട്ടാണ് ചളി നമുക്ക് കിട്ടിയത്. ഇതുവരെ നമ്മൾ ചളിക്കുണ്ട് കണ്ടിട്ടില്ല. ഇത് നമ്മളെ കുന്നിയോറ മല കണ്ടില്ലേ. ഇതിപ്പോൾ ഈ ഇടതു ഭാഗത്ത് നമ്മൾ കൊയിലാണ്ടിക്ക് പോകുമ്പം ഇടതു ഭാഗത്ത് ഒന്നും ആക്കിയിട്ടില്ല. ഇവിടെ ലെഫ്റ്റ് സൈഡായി കാണുന്ന നിങ്ങൾ വലതു ഭാഗത്ത് നമ്മുടെ സോയിൽ നെയിലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിൽ കുറേ വീടുകളൊക്കെ ഉണ്ട്. സീനാണ് സംഗതി. ഇവിടെ ശരിക്കും ആർക്കും കണ്ടാൽ മനസ്സിലാവട്ടോ, ഒരിക്കലും ഒരു സോയിൽ നെയിലിംഗ് കൊണ്ട് മാത്രം നിൽക്കുന്ന അത്രയും ഹൈറ്റിലല്ല ഈ ഒരു ഇതിൻ്റെ ഹൈറ്റ് ഉള്ളത്. അപ്പോൾ എന്തായാലും ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ്, അല്ല നല്ല ഹൈറ്റിലാണെന്നുള്ളത്. ഇപ്പം വെറും സോയിൽ നെയിലിംഗ് കൊണ്ട് മാത്രം ഇത് നിൽക്കില്ല. അതുമാത്രമല്ല ഇവിടെയൊക്കെ സോയിൽ നെയിലിംഗ് ഇടിഞ്ഞു വീണായിട്ടും കാണുന്നുണ്ട് കേട്ടോ. സോയിൽ നെയിലിംഗ് മെഷീനല്ലേ ഇത്, ഇതൊക്കെ തുരുമ്പെടുത്ത് കുറേ ഒന്ന് വർക്ക് ചെയ്ത്. ഇത് ഫസ്റ്റ് കോട്ടായിട്ടുള്ളത്. അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിന് വേണ്ടി ഇത് കമ്പി ഇട്ടിട്ട് പണി നടക്കുന്നുണ്ട്. കമ്പി കാണുന്നത് അറിയില്ല. ഇവിടെ ഫസ്റ്റ് കോട്ട് തന്നെ ചെറുതായിട്ട് ഇടിഞ്ഞ് വീണതെല്ലാം കാണുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല. മണ്ണൊക്കെ അടിച്ചു താത്തിയുണ്ട് ഇതിൻ്റെ കുന്നിയോറ മലേൻ്റെ മുകളിലുള്ള. ഇവിടെ ഒന്നും ഒരു വർക്കും നടന്നിക്കില്ലേ. ഇവിടെയൊക്കെ എന്തെന്നാണെന്ന് അറിയില്ല, അനിശ്ചയത്തിൽ നിൽക്കുവാണ്. ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് താറിങ്ങെല്ലാം തുടങ്ങി എൻ്റെ സൈഡ് വാളൊക്കെ ഫിറ്റ് ചെയ്ത് എന്ന് കഴിയാനായി. ഇവിടെയൊക്കെ വെള്ളം ഒഴുകിയിട്ടൊരു തോട് രൂപപ്പെട്ട് കേട്ടോ, കേട്ടല്ലേ. നന്ദി ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള സർവീസ് റോഡ് ഇതുവഴി പോകുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്നുണ്ട്, അതാണ്. ഇവിടെ ജസ്റ്റ് ഒരു പോർഷൻ മാത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഒരാളെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ കുന്നിയോറ മല കോൺക്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം മഴയായതുകൊണ്ട് വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇപ്പം പണി നടക്കാത്തെന്ന് പറഞ്ഞത്. അതല്ല ഇവിടെ സത്യം പറയാൻ വണ്ടി ഓടിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മോശം സിറ്റുവേഷനാണ്. ഇവിടെ ഡ്രൈനേജിൻ്റെ ഇത് കാണുന്നില്ല, വളഞ്ഞിട്ട് ഇവിടെ എങ്ങനെ വെള്ളം പോകാനാണ്. ഇവിടെ നമ്മൾ ഒരു മിനി വെഹിക്കിൾ കൾവേർട്ട് എൻ്റെ കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല. ഇവിടെയൊക്കെ മണ്ണടിച്ച് ഫില്ലാവും ബാക്കിയുണ്ട്. ഇത്രയും ഹൈറ്റിൽ മണ്ണ് വരണ്ട കേട്ടോ. ഇത്രയും ഹൈറ്റിൽ മണ്ണിട്ട് പൊങ്ങാണ്ട്. പന്തലായനി കനാല് ഇത് നിറഞ്ഞു കേട്ടോ. ഇന്ന് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണൊക്കെ വന്നിട്ട് ഇവിടെ. അപ്പോൾ ഇത് ഇവർ പന്തലായനി ഗേൾസ് ഹൈസ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക്
ഇതുവഴി യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു കൾവേർട്ടിന് വേണ്ടിയിട്ട് സമരം ചെയ്ത് അങ്ങനെ കൾവേർട്ട് അനുവദിച്ചു. ആ പുതിയ കൾവേർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ സർവീസ് റോഡ് ഓൾറെഡി ഇവിടെ ഫിനിഷായിൻ്റെ. അപ്പോൾ ഈ ഒരു ഹൈറ്റിലാണ് സർവീസ് റോഡ് പോകുന്നത്. ഇതിൻ്റെ വിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മളൊരു മാൻ കൾവേർട്ട്. ഇത് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഇട്ടിട്ട് ഇറങ്ങിപ്പോകാനുള്ള പ്ലാനാണ് ഇവരിപ്പോൾ എടുത്തേക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് നമ്മളെ പന്തലാനി ആ ഒരു കൾവേർട്ട് ആ ഒരു ലെവലിൽ ബേസ്മെൻറ്റ് മണ്ണിട്ട് ഉയർത്തി ബേസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സർവീസ് റോഡ് ഇവിടം വരെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ഹൈവേ ടാറിങ്ങെല്ലാം അത് ഫസ്റ്റ് സ്റ്റെപ്പ് ടാറിങ്ങെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുക. കാരണം വെച്ചാൽ ഒരുപാട് ലെങ്തായി ശരിയാവില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കി നാളെ വരുന്നേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.